അല്ലെങ്കിൽ തന്നെ നിലയ്ക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാത്ത ടെൻഷനിലാണ് അവളിപ്പോ ഉള്ളത്. അവളെ ആശ്വസിപ്പിച്ച് സംസാരിക്കേണ്ട നിങ്ങള് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശരിയാവൂ? കുറച്ചു നേരം ഒന്ന് സമാധാനായിട്ടിരിക്കെ. ആദ്യം നിലയ്ക്ക് എന്താ പറ്റിയെന്ന് അറിയട്ടെ, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഡോക്ടർ, മോള് കണ്ണു തുറന്നു. മോളെ ഇങ്ങോട്ട് നോക്ക്. ആർ യു ഓൾ റൈറ്റ്? നിനക്കൊന്നുമില്ല, നീ പേടിക്കേണ്ട കാര്യമില്ല. അല്ല, നീ എങ്ങനെ ബോധം കെട്ട് വീണത്? നിങ്ങളല്ലേ ഡോക്ടർ, അപ്പൊ നിങ്ങളല്ലേ പറയേണ്ടത്. ക്യൂട്ടായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ എന്റെ അമ്മയോട് ഒരു കാര്യം ചോദിച്ചു, പറ്റില്ലെന്ന് ദേഷ്യപ്പെട്ടു പറഞ്ഞു. ഞാനപ്പ പേടിച്ചു പോയി. അതിനുശേഷം എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണോ? നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ നിന്റെ മമ്മിയോട് പറയാം, ഇനി മോളെ ചീത്ത പറയരുത്. എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മ എവിടെയാ ഉള്ളത്? അത്രയല്ലേ ഉള്ളൂ, അമ്മ പുറത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ അകത്തേക്ക് വരാൻ പറയാം. കരയല്ലേ വിജി? ഡോക്ടർ, എന്റെ മോൾക്ക് എങ്ങനെയുണ്ട്? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവള് കണ്ണു തുറന്നോ? എനിക്ക് അവള് മാത്രമേ ഉള്ളൂ ഡോക്ടർ. അവൾക്കൊന്നും സംഭവിക്കരുത്. ഡോക്ടറെ, എന്റെ പേരക്കുട്ടിക്ക് സുഖമായോ? നിങ്ങൾ വിഷമിക്കട്ടെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുട്ടിക്കൊന്നുമില്ല. ഷീസ് ഓൾ റൈറ്റ് നൗ. മോക്കിപ്പോ ഒരു പ്രശ്നവുമില്ല. ഇത് മോള് പേടിച്ചപ്പോ ഉണ്ടായ ഒരു സാധാരണ സംഭവല്ലേ. മോള് പറഞ്ഞു അവളെന്തോ ചോദിച്ചിട്ട് നിങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന്. അതാണ് അവളെ മനസ്സിനെ വിഷമിപ്പിച്ചത്. അങ്ങനെയാണ് അവള് ബോധം കെട്ട് വീണത്. എല്ലാ കുട്ടികളും അവർ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടണമെന്നാണ് പ്രതീക്ഷിക്കുക. അത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് വളരെ മനസ്സിന് വിഷമമുണ്ടാക്കും. അത് തന്നെ ആലോചിച്ച് അവർ ഡിപ്രഷനിലേക്ക് പോകും. അങ്ങനെ ഡിപ്രഷൻ വന്നതുകൊണ്ടാണ് ഇനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നത്. കൊച്ചു കുട്ടികൾക്കൊക്കെ നമ്മൾ പറയുന്നത് ശരിയാണെന്ന് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള മെച്യൂരിറ്റി ആയിട്ടില്ലല്ലോ. പറ്റുന്നിടത്തോളം അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ ന്യായമാണെന്ന് തോന്നിയാ നമ്മളതങ്ങ് സാധിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. കുട്ടിയുടെ ആഗ്രഹം എന്താണോ അത് സാധിച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ആ മരമണ്ടക്കകത്ത് കേറുന്ന പോലെ പറഞ്ഞു കൊടുക്ക ഡോക്ടർ. ഞങ്ങള് പറഞ്ഞാലൊന്നും ഇവിടെ അനുസരിക്കില്ല. അതൊക്കെ അനുസരിക്കും മാഡം. കുഞ്ഞല്ലേ നമുക്ക് ഏറ്റവും പ്രധാനം. ശരി മാഡം, കുഞ്ഞ് കണ്ണു തുറന്നപ്പോ ആദ്യം നിങ്ങളെയാ കാണണമെന്ന് പറഞ്ഞത്. നിങ്ങളെ കയറി കണ്ടോളൂ. താങ്ക്സ് ഡോക്ടർ. നില, നില, മോളെ, നില, 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 മോളെ, മോളെ. അമ്മ കരയണ്ട അമ്മേ, എനിക്കൊരു കുഴപ്പമില്ല. അമ്മ അവിടെ ഇരിക്കെ. നില, അമ്മയോട് ക്ഷമിച്ചേക്ക്. ഞാൻ നിന്നോട് ദേഷ്യപ്പെടരുതായിരുന്നു. ഞാൻ കാരണമല്ലേ മോൾക്ക് ഇങ്ങനെ ആയത്. ഐ ആം സോറി മോളെ. അമ്മയോട് ദേഷ്യം തോന്നി അമ്മയെ അടിച്ചേക്ക്. അമ്മ ചെയ്തത് തെറ്റാ. സോറി ഇടാ. നീ എഴുന്നേറ്റ് എന്തിനെങ്ങനെ ചെയ്ത് നമ്മോട് ചോദിക്കും. അമ്മേ, പറയും മോളെ. കരയല്ലേ അമ്മേ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഡോക്ടർ അങ്കിള് പറഞ്ഞില്ലേ എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന്. പിന്നെ എന്തിനാ അമ്മ കരയുന്നത്? പെട്ടെന്ന് മോളെ മയങ്ങി വീണപ്പോ പെട്ടെന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടത് മനസ്സിലായില്ല മോളെ. മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് അമ്മ ആകെ പേടിച്ചു പോയി. എല്ലാം ഞാൻ കാരണമല്ലേ. ആരോടും ഉണ്ടായിരുന്ന ദേഷ്യം നിന്നോട് ഞാൻ കാണിച്ചു. നീ പറഞ്ഞില്ലെങ്കിലും നിലയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് നീ തന്നെ കാരണം. എല്ലാം ചെയ്തിട്ട് മുടന്ന ന്യായം പറയാ. അമ്മേ, നീ ഒന്നും മിണ്ടാതിരിക്കെ.